ഹലോ ഗായ്സ്, അപ്പോൾ ഞാനിന്ന് എവിടെ പോകാൻ പോകണമെന്നുള്ളത് നിങ്ങൾക്കറിയാമോ? ഞാൻ പറഞ്ഞു തരാം കേട്ടോ, ഇപ്പോഴല്ല. അപ്പോൾ നമുക്ക് ഡ്രസ്സ് ഇടാം. ഞാൻ ഈ ഒരു പാൻറ്റും ടോപ്പുമാണ് എടുത്തിട്ടുള്ളത്. കുറേ നേരം നോക്കിയിട്ടാണ് ഇതിട്ടത്. അങ്ങനെ ഞാൻ കുറേ നേരം നോക്കി, ഇത് ഓക്കെ അല്ലേ, അങ്ങനെ ഇത് ഓക്കെ ആക്കി. പിന്നെ ഞാൻ മോയ്സ്ചറൈസറാണ് കേട്ടോ ഗേസ് ഇടുന്നത്. മോയ്സ്ചറൈസർ ഇടാതെ വെളിയിറങ്ങാൻ പറ്റത്തില്ലല്ലോ. എനിക്ക് കുറച്ച് ഓയിലിയും ഡ്രൈയും കൂടെ ആയിട്ടുള്ള സ്കിന്നാണ്, അപ്പം ഞാനതൊക്കെ ഇടും. പിന്നെ സൺസ്ക്രീൻ ഇല്ലാതൊരു ജീവിതമില്ല. അങ്ങനെ ഞാൻ സൺസ്ക്രീൻ ഇടും ഗൈസ്, കാരണം നല്ല വെയിലാണ്. അത് നിങ്ങൾക്ക് പിന്നീട് മനസ്സിലാവും എത്ര വെയിലാണ് ഞാൻ ഇറങ്ങാൻ പോകുന്നതെന്ന്. അങ്ങനെ സൺസ്ക്രീനൊക്കെ ഇട്ട് സെറ്റായി കഴിഞ്ഞ് കഴിഞ്ഞാലാണ് പിന്നെ അടുത്ത കലാപരിപാടി. അതാണ് ഗൈസ് പൊട്ടിടൽ. അതെനിക്ക് ഒരിക്കലും പറ്റത്തില്ല, പക്ഷെ എങ്ങനെയൊക്കെ ഇന്ന് ഓക്കെ ആയി. ഇനിയുള്ളത് ഹെയർ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ ഇതുവരെയായിട്ടും ഹെയർ സെറ്റ് ചെയ്യുക എന്നുള്ള കാര്യം എനിക്കറിയത്തില്ല. ഞാൻ എപ്പോഴും സാധാരണ നോർമലി അങ്ങ് കെട്ടി വയ്ക്കത്തേ ഉള്ളൂ. തല കോതി കെട്ടി വയ്ക്കാനൊന്നുള്ള ടൈം എനിക്കില്ല. പിന്നെ ഞാനൊരു വാച്ചാണ് ഗേസ് ഇവിടെ ഇടുന്നത്. ഒരു വൈറ്റ് കളറിലുള്ള ഒരു വാച്ചാണ് ഇടുന്നത്. കണ്ടു, അതിൻ്റെ പട്ടിഷ ചെയ്യണത് കൊള്ളാമല്ലേ, ചെയ്യുന്നില്ലേ? ഇനി ഞാൻ ചെയ്യാൻ പോകുന്നതാണ് തലമുടി കെട്ടി വയ്ക്കുക. എനിക്ക് അഴിച്ചിടുന്നത് തീരെ ഇഷ്ടമല്ല. പിന്നെ ഇട്ടാലേ കൊള്ളാളൂ എന്ന് എല്ലാവരും പറയും. പിന്നെ ഞാൻ ഈ ഒരു ലിപ്സ്റ്റിക്കാണ് കേസ് ഇടുന്നത്. ഇത് ഇട്ട് കഴിഞ്ഞുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇട്ടത് ഒരിക്കലും അറിയില്ല. ന്യൂഡ് കളർ ഷെയ്ഡാണ്. ന്യൂഡായതുകൊണ്ട് എനിക്കൊരിക്കലും അത് എൻ്റെ ലിപ്പായിട്ട് നല്ല മാച്ചായിട്ടുള്ളതാണ്. ഇട്ടതും ഇടാത്തതും എല്ലാം ഒരുപോലെയാണ്. പിന്നെ എൻ്റെ ലൈഫിൽ നിന്ന് ഇതുവരെയും ഇറങ്ങി പോകാത്തൊരു സാധനമാണ് കണ്ണാടി. ഇത് എപ്പോഴും കൂടെ കാണും. അങ്ങനെ അത് കുറച്ച് പിറക്കി വെക്കാറുണ്ട്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെയും ഞാൻ എൻ്റെ ഷോ ഇറക്കാൻ വേണ്ടി വീണ്ടും തലമുടി കെട്ടിയതഴിച്ചു. ഇതാണ് ഗീസ് എൻ്റെ ലാസ്റ്റ് ലുക്ക്. ഇനി നമുക്ക് ഈ ഒരു സ്ലൈഡും എടുത്തുകൊണ്ട് ഇറങ്ങാം. അങ്ങനെ ഗേസ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയേക്കുവാണ്. ഇനി നമ്മൾ ഇവിടെ നിന്ന് ബസ് സ്റ്റോപ്പിലോട്ട് പോവാണ്. അപ്പോൾ ബസ് സ്റ്റോപ്പ് എത്തി. ഇതാണ് ഗേസ് വലിയർത്തല ബസ് സ്റ്റോപ്പ്. ഇതാണ് എൻ്റെ സ്ഥലം. എൻ്റെ സ്ഥലത്ത് ഞാൻ ഇവിടെ നിന്നാണ് ബസ് കയറുന്നത്. കുറേ നേരമായി ബസ് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ബസ് വരുന്നേ ഇല്ല എന്ന് പറഞ്ഞ് നിൽക്കുമ്പോഴുണ്ട് ബസ് വന്നു ഗേസ്. അങ്ങനെ ബസ് വന്നു, സീറ്റ് കിട്ടി. സൈഡ് സീറ്റ് തന്നെ കിട്ടി. എനിക്ക് സൈഡ് സീറ്റാണ് കേട്ടോ ഏറ്റവും കൂടുതൽ ഇഷ്ടം. അങ്ങനെ സൈഡ് സീറ്റൊക്കെ കിട്ടി. അങ്ങനെ നമ്മൾ പ്രാവിച്ചമ്പലത്താണ് ഗേസ് ഇറങ്ങുന്നത്. അപ്പോൾ ഞാനിന്ന് എവിടെയാണ് പോകുന്നതെന്ന് നിങ്ങൾ വിചാരിക്കും. വേറെ എങ്ങോട്ടല്ല ഗേസ്, ഇന്ന് നമുക്ക് ക്ലാസ് ഉണ്ട്. എനിക്ക് സാറ്റർഡേ സൺഡേ പ്രാവശ്യമലത്താണ് ഗേസ് ക്ലാസ് ഉള്ളത്. ഡിപ്ലോമ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ. അപ്പം ഞാനത് പ്രൈവറ്റായിട്ട് പഠിക്കുന്നുണ്ട്. അങ്ങനെ അവിടേക്ക് പോവാണ്. ഞാൻ എന്നും പോകുമ്പോൾ ഈ ഒരു പട്ടിയില്ലേ എന്നും ആ ഒരു സൈഡിൽ ഇങ്ങനെ കിടക്കും. അത് ഉണരത്തേ ഇല്ല, എങ്ങനെ കിടക്കുന്നു എന്തോ. എനിക്കത് ഭയങ്കര പേടിയായിരുന്നു ആദ്യമൊക്കെ. ഇപ്പം അങ്ങനെയൊന്നുമില്ല. പിന്നെ ഈ ശബരിമല എല്ലാം കയറി മുകളിലെത്തുക, അത് തന്നെയാണ് വലിയൊരു ദൗത്യം. എനിക്ക് സത്യം പറഞ്ഞാൽ സ്റ്റെപ്പ് കയറാനേ വയ്യ. കാരണം ഒരുപാട് വെയിലുകൊണ്ട് ഒക്കെയാണ് വരുന്നത്. ഇപ്പം മനസ്സിലായി കാണുമല്ലോ ഈ വെയിലൊക്കെ കാണുമ്പോൾ ഞാൻ എന്തുകൊണ്ടാണ് സൺസ്ക്രീൻ ഇടുന്നത് എന്ന്. അങ്ങനെ അവിടെ എത്തിക്കഴിഞ്ഞുള്ള മെയിൻ പരിപാടി എന്ന് പറയുന്നത് ഡേറ്റ് എഴുതുക, പിന്നെ പേരെഴുതുക. അപ്പോഴാണ് കേസ് പേന പറ്റുന്നില്ല. പിന്നെ ഞാൻ എന്തെങ്കിലുമൊക്കെ വരട്ടെ എന്ന് പറഞ്ഞാൽ പേരും എഴുതി, പിന്നെ ഏതാ സബ്ജക്റ്റും എഴുതി, പിന്നെ വന്ന ടൈം എഴുതണം കേട്ടോ. പക്ഷെ ഞാൻ വന്ന ടൈം മറന്നുപോയി. പിന്നെ ഞാൻ 1 മണി എന്ന് എഴുതി വെച്ചിട്ട് 3 മണി മുതൽ എന്ന് എഴുതി. പക്ഷേ 3:30 എന്തോ എനിക്കപ്പോൾ അങ്ങനെ എഴുതാൻ തോന്നി, ഞാൻ എഴുതി. അപ്പോഴാണ് ഗേസ് ക്ലാസ്സിലിട്ട് കയറിയപ്പോൾ ഈ 2 സാധനങ്ങൾ. ഇവരാണ് ഗേസ് എൻ്റെ ക്ലാസ്മേറ്റ്. ഇവരൊക്കെ എൻ്റെ കൂടെ പണ്ട് മുതലേ പഠിച്ച ആൾക്കാരാണ്. അങ്ങനെ ഞാൻ എൻ്റെ കമ്പ്യൂട്ടറിൽ നോക്കുന്നുണ്ട്, പക്ഷേ എൻ്റെ കമ്പ്യൂട്ടർ വർക്കാവുന്നില്ല ഗായ്സ്. പക്ഷെ അവളുടേത് എങ്ങനെയൊക്കെ വർക്കാവുന്നുണ്ട്, പക്ഷെ അവൾ ഉദ്ദേശിക്കുന്ന സാധനമല്ല വരുന്നത്. അങ്ങനെ ഓരോരോ പ്രശ്നങ്ങളായിരുന്നു കേസ്. എനിക്ക് അവൾ ചെയ്യുന്ന കണ്ടിട്ട് എനിക്കും ചെയ്യണമെന്നാണെങ്കിൽ ഒരുപാട് ആഗ്രഹമുണ്ട്. പക്ഷെ എന്ത് ചെയ്യാനാ, പറ്റുന്നതുമില്ല. അങ്ങനെ പിന്നെ അവൾ ചെയ്യുന്നതൊക്കെ നോക്കി കണ്ടുകൊണ്ടിരുന്നു. അവൾക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പറഞ്ഞു കൊടുത്തോണ്ടിരുന്നു. പക്ഷെ അവൾ ചെയ്യുന്നത് പൊട്ടത്തെറ്റാണെന്ന് എനിക്ക് അറിഞ്ഞിട്ട് ഞാൻ അവളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടേയിരുന്നു. ചെയ്യ് നിന്നെ കൊണ്ട് പറ്റും എന്ന് പറഞ്ഞാൽ അവളെ കൊണ്ട് ചെയ്യിപ്പിച്ചുകൊണ്ടേയിരുന്നു. എന്തോ ഇതൊരിക്കലും വർക്കാവത്തില്ല. എന്തിനായിരിക്കുന്നേ, വെച്ചിട്ട് പോകണമെന്നുണ്ടായിരുന്നു ഗൈസ്. അപ്പോഴാണ് ഗൈസ് ഞാൻ ഈ ഒരു സാധനം ശ്രദ്ധിക്കുന്നത്. എൻ്റെ കണ്ണാടി വയ്ക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ ഇത് തുറന്നത്. അപ്പോഴാണ് ഗൈസ് ഏതോ വലിയ കലാകാരൻ ഉണ്ടാക്കിയതാണ്. റിങ് ആണെന്നാണ് തോന്നുന്നത്. ഈ ഒരു റിങ്ങും പിന്നെ ഈ ഒരു സാധനം ഇതെന്താണെന്ന് എനിക്ക് ഇതുവരെയും മനസ്സിലായില്ല. സീരിയസ്ലി ഞാനിത് കുറേ നോക്കി, അടുത്തിരിക്കുന്നതൊക്കെ ചോദിച്ചു, പക്ഷെ ആർക്കൊന്നും മനസ്സിലായില്ല. പിന്നെ ഞാൻ അതൊന്നും ചെയ്തില്ല. അതുപോലെ തന്നെ അവിടെ വെച്ചിട്ട്
അതങ്ങ് അടച്ച് വെക്കാം എന്ന് തീരുമാനിച്ചു. പക്ഷെ എന്നാലും ഇതൊക്കെ എങ്ങനെ ഉണ്ടാക്കി അല്ലേ? ഇത് ഉണ്ടാക്കിയിരിക്കുന്ന സാധനം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ KSRTC ബസ്സിൻ്റെ ടിക്കറ്റില്ലേ, അതായിരുന്നു. ഗൈസ്, ഒരു കമ്പ്യൂട്ടറും വർക്കാവുന്നില്ല. അപ്പോഴാണ് ഗൈസ് അതും ഉണ്ടായത്. അവളുടെ കമ്പ്യൂട്ടറും നേരെ വർക്കാവുന്നില്ല. എന്തോ പറ്റി. മൊത്തത്തിൽ സിസ്റ്റംസിലെല്ലാം കംപ്ലൈൻ്റ് ആയിരുന്നു. ഞാൻ കുറേ നോക്കി, കീബോർഡിലൊക്കെ ടൈപ്പ് ചെയ്ത് നോക്കി, ഒരു മനക്കവും ഇല്ലായിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഈ ഇരിക്കുന്ന വ്യക്തിയില്ലേ, ഇവളല്ല, ദേണ്ടേ അവൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അവൻ്റെ ചിലവിന് ഇന്ന് നമുക്ക് ഷാർജയും പപ്സും അവൻ വാങ്ങിത്തരാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ പോവായിരുന്നു ഗൈസ്. അതൊക്കെ കഴിച്ച് ഇറങ്ങി പിന്നെ നമ്മൾ വീണ്ടും നടക്കുമായിരുന്നു. അപ്പോൾ ഇവർ വരുന്ന എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ തിരിച്ച് ബസ് സ്റ്റോപ്പിൽ കൊണ്ടാക്കാനായിരുന്നു. ഈ പോകുന്ന ബസ്സുകളൊക്കെ കണ്ടോ, ഇതായ ഈ ബസ്സിലൊന്നല്ല എനിക്ക് പോവേണ്ടത്. അവർ എന്നെ കൊണ്ടാക്കാൻ വേണ്ടി ആ ബസ് സ്റ്റോപ്പ് വരെ ഒരു വെറുതെയെങ്കിലും വരും ഗൈസ്. കണ്ടോ, ഈ 3 നിഴൽ നടക്കുന്നത് ഞാനാണ് കേട്ടോ. ആ 2 നടക്കുന്നത് എൻ്റെ ഫ്രണ്ട്സ്. അങ്ങനെ നമ്മൾ ദാഹിക്കുന്നു എന്ന് പറഞ്ഞ് വെള്ളം വാങ്ങിയപ്പോൾ ഉണ്ട് ഗൈസ്, എൻ്റെ ബസ് വന്നു. അങ്ങനെ ഞാൻ ബസ്സിൽ കയറിയപ്പോഴാണെങ്കിലോ തിരക്ക്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ സീറ്റൊക്കെ കിട്ടി കേട്ടോ. പിന്നെ സീറ്റൊക്കെ കിട്ടി. ആ സന്തോഷത്തിൽ തിരിച്ച് ബസ് ഇറങ്ങി വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചപ്പോൾ ഉണ്ട് ഗൈസ്, നടന്നിട്ട് എത്തുന്നില്ല. ഇതെന്തോ ശബരിമലയോ, ലിഫ്റ്റ് വല്ലതും ഉണ്ടായിരുന്നെങ്കിൽ പെട്ടെന്ന് വീട്ടിലൊക്കെ പോകുമായിരുന്നു എന്നൊക്കെ ഞാൻ വിചാരിച്ചു പോയി. കാരണം നല്ല തലവേദന, നല്ല കാലുവേദന. ഞാൻ ഓടുന്നുണ്ട് കയറാൻ വേണ്ടി, പക്ഷെ ഒട്ടും എത്തുന്നില്ല. കണ്ടില്ലേ, നല്ല ടേണിംഗ് ആണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഗൈസ് നമ്മളെ വീട്ടിൽ എപ്പോഴും അപ്പൂപ്പൻ ഫ്രണ്ടിലെ ഹാളിൽ ഇങ്ങനെ കസാര ഇട്ടിരിക്കും ഗൈസ്, നമ്മൾ വരുന്നതും കാത്ത്. അങ്ങനെ ഗൈസ് ഞാൻ എൻ്റെ വീട് എത്തി. ഇതാണ് ഗൈസ് എൻ്റെ മിനി വ്ളോഗ്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ ഗൈസ്.